അടുത്തതായി നമ്മോട് സംവദിക്കുന്നത് നമ്മളുടെ സ്വന്തം വാർഡ് കൗൺസിലറായ ശ്രീ CS സുമേഷ് അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, ഈ പ്രവേശനോത്സവം മുഖ്യാതിഥിയായിട്ടുള്ള അധ്യാപകർ, സുരേഷ് ഏട്ടൻ, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള രക്ഷകരെ, വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഇന്ന് പ്രവേശനോത്സവമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. അവധി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് പുതിയ വിദ്യ നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പടുത്തുയർത്താൻ കഴിയും എന്നുള്ള വ്യക്തമായ ബോധത്തിനുള്ളത്. സ്കൂളിനെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ സ്കൂളിൽ കുടുംബജീവിതത്തിന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചു വരുന്നത് 100% വിജയമുള്ളത് എല്ലാ +2, +1, +2, 10th എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളാണ് നമ്മുടെ LD സ്കൂൾ. സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് എന്താണ്? അവിടുത്തെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരെ നേർവഴിക്ക് നടത്തുന്ന അധ്യാപകന്മാരാണ്. തീർച്ചയായും പരിസമ്പന്നമായിട്ടുള്ള അധ്യാപകരാണ് ഉള്ളത്. അതിന്റെ പേരിൽ മാത്രമാണ് കൂടുതൽ കുട്ടികൾക്ക് അനായാസമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കിട്ടുന്നത്. ഒപ്പം രക്ഷിതാക്കളുടെ പ്രവർത്തനവും പ്രോത്സാഹനങ്ങളുടെ മാത്രമാണ്. മനസ്സിലാക്കാൻ കഴിയുക, നമുക്ക് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ തന്നെ എപ്പോഴും ഒരു അഹങ്കാരമാണ് നമുക്ക് ശരിക്കും പറയുന്നത്. നമ്മൾ വിദ്യാർത്ഥികൾ ഏത് വിഷയവും കുഞ്ഞാട്ടി നമ്മുടെ സ്കൂളിൽ എപ്പോഴായാലും നമുക്ക് മനസ്സിലാക്കാം, എപ്പോഴും നമുക്ക് 100% വിജയം. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു വർഷത്തിൽ പോലും നമുക്കൊരു കുറവുണ്ടായിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ട് അധ്യാപകർക്കൊപ്പം തന്നെ PTA ശക്തമായ PTA ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെ നവാസിക്ക പണ്ട് നമ്മൾ LP സ്കൂളിലായിരുന്നു, പിന്നെ ഇവിടെ ഹൈസ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നവാസിക്ക പണ്ടോട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ സ്കൂളിലേക്ക് വേണം, എന്തൊക്കെ കാര്യം ചെയ്യണം, അത് കൃത്യമായിട്ടുള്ള വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിന്റെ ശക്തമായിട്ടുള്ള ഒരു PT മാത്രമേ സ്കൂൾ മുന്നോട്ട് പോകുള്ളൂ. അത് കായികമായിട്ട് നമുക്ക് മുന്നോട്ടില്ലെങ്കിൽ കൂടി അക്കാദമിക്കിലെ നമ്മുടെ നാടകങ്ങളായാലും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. സ്റ്റേറ്റിലും സംസ്ഥാനത്തൊക്കെ ഒരുപാട് പ്രൈസ് നേടിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പ്രവേശനോത്സവമാണ് ഇന്ന്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് നല്ല രീതിയിലേക്ക് വിദ്യാഭ്യാസം കൊണ്ട് നാളേക്ക് നല്ലൊരു ഭാവി പടുത്തുയർത്തേണ്ട ആവശ്യമാണ്. അപ്പൊ എന്തായാലും എല്ലാവരും അതിലേക്ക് മാത്രം മുന്നോട്ട് നൽകുക. ഒപ്പം നമുക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് വേണം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ റോഡുകളൊക്കെ അടക്കുകയാണ്. അപ്പൊ കൂടുതലും കുട്ടികൾ വണ്ടിയിൽ പോകുന്നത് കൂടുതലുള്ള കുട്ടികൾ എപ്പോഴും റോഡ് ക്രോസ് ശ്രദ്ധിക്കുക. പിന്നെ പല തോടുകളൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്, അപ്പൊ അതിലേക്കും ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും തോടിൽ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, പലരും വീഴുന്നുണ്ട്, വലിയ ആൾക്കാർ പോലും വീഴുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പണിയെടുക്കുന്നതിന് വേണ്ടി പൂർത്തീകരിക്കേണ്ടതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. 2-3 പേരും കൂടി ഉണ്ട്, LP സ്കൂളും പിന്നെ വേറൊരു LP സ്കൂളുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്തായാലും പുതിയതായിട്ട് വന്നുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ജയിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവരും ആശംസകൾ നേരുന്നുണ്ട്. നമസ്കാരം.